Hello everyone, welcome back to Kerala Hindi Quest. Which exam is easier? UGC NET exam ആണോ ഈസി, സെറ്റ് ആണോ ഈസി, അതോ CTET ആണോ ഈസി? ടീച്ചേഴ്സ് ആവാൻ പ്രിപ്പയർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡൗട്ടാണ് ഈ 3 എക്സാംസിൽ വിച്ച് ഇസ് ഈസിയർ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഈ 3 എക്സാംസിൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ, സിലബസ്, കോമ്പറ്റീഷൻ, ക്വാളിഫിക്കേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ സെറ്റ്, നെറ്റ്, CTET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഈ 3 എക്സാംസും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് NTA കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ JRF ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ലെവൽ നടക്കുന്ന എക്സാമാണ് നെറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ വളരെയധികം ഹൈ ആയിരിക്കും. നെക്സ്റ്റ് സെറ്റ് എക്സാം നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. കേരളത്തിൽ സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് LBS സെൻറ്ററാണ്. മെയിനായിട്ടും ഹയർ സെക്കൻഡറി ലെവൽ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാം സെറ്റ് എക്സാമാണ്. നെക്സ്റ്റ് CTET എക്സാം നോക്കുകയാണെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത് CBSE ആണ്. സെൻട്രൽ സ്കൂൾസ് ലൈക്ക് കേന്ദ്രീയ വിദ്യാലയ, നവോദയ പോലുള്ള സ്കൂളുകളിൽ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് CTET എക്സാമാണ്. ഇനി ഈ 3 എക്സാമിനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. സെറ്റ് എക്സാം കുറച്ച് കുറവായിരിക്കും, ബിക്കോസ് ഇതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ കുറച്ച് കുറവായിരിക്കും. CTET നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ സിലബസ് കമ്പാരിറ്റീവ്ലി ബേസിക് ആയിട്ടുള്ള സിലബസാണ് കൊടുത്തിരിക്കുന്നത്. സിലബസ് വൈസ് നോക്കിയാൽ UGC നെറ്റ് എക്സാമിൻ്റെ സിലബസ് കുറച്ചും കൂടി ടഫാണ്. വളരെ ഡീപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ അതിനാവശ്യമായിട്ടുണ്ട്. സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സെറ്റിൻ്റെ സ്ലൈറ്റ്ലി ഈസിയർ ആയിട്ടുള്ളൊരു സിലബസാണ്. CTET നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി പെഡഗോജി, സ്കൂൾ ലെവൽ കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ജനറലി പറയുകയാണെങ്കിൽ CTET എക്സാമാണ് കുറച്ചും കൂടെ ഈസി എന്ന് പറയുന്നത്. ദെൻ സെറ്റ് എക്സാം മോസ്റ്റ് ടഫായിട്ട് പറയുന്നത് നെറ്റ് എക്സാമാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ, ഇൻട്രസ്റ്റ്, കൺസിസ്റ്റൻസി, നിങ്ങളുടെ സബ്ജക്റ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ CTET എക്സാം ഈസി ആണെന്ന് കരുതിയിട്ട് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യരുത്. ബിക്കോസ് പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ ഏത് എക്സാം ആണെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് മാറും. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പ്രോപ്പർ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈ ആയിട്ടുള്ളവരും ഉണ്ട്. ഇനി നിങ്ങൾ കോളേജ് പ്രൊഫസർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഹയർ സെക്കൻഡറി ടീച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. സ്കൂൾ ലെവൽ ടീച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ CTET ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ആക്ച്വലി ഒരുപാട് സ്റ്റുഡൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് നെറ്റും സെറ്റും CTETും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ബിക്കോസ് സിലബസ് ഓവർലാപ്പിംഗ് ഉണ്ട്. സോ ഓവറോൾ കമ്പയർ ചെയ്താൽ CTET ആണ് ഈസിയസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെറ്റ് എക്സാം മോഡറേറ്റ് ആണ്. UGC നെറ്റ് എന്ന് പറയുന്നത് ടഫസ്റ്റ് ആണ്. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.